സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, ആർട്ടിക്കിൾ ഇൻ നോമിനേറ്റീവ്. അതായത് നമ്മൾ ആദ്യം പഠിക്കുന്ന മെയിൻ ഗ്രാമർ നോമിനേറ്റീവ് ആണ്. നോമിനേറ്റീവിലുള്ള ആർട്ടിക്കിൾസ് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. A1-ലെ ഏറ്റവും ബേസ് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഉള്ള ഒരു ആർട്ടിക്കിളാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോമിനേറ്റീവ് ആയിട്ടുള്ള നോമിനേറ്റീവിൽ വരുന്ന കുറച്ച് സെൻറ്റൻസസ് എക്സാമ്പിൾ നോക്കാം. അടുത്തത് സബീനെ ഈസ്റ്റ് ലേഡിക്. സബീനെ സിംഗിളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഷ് ബിൻ ഫെയർ ഹൈറൈറ്റഡ് എന്നോ ഇഷ് ബിൻ ലേഡിക് എന്നോ നമുക്ക് പറയാം. നമ്മൾ കല്യാണം കഴിച്ചാണെങ്കിൽ ഫെയർ ഹൈറൈറ്റഡ് എന്നും, സിംഗിൾ ആണെങ്കിൽ ലേഡിക് എന്നും പറയാം. ദസ് ഹൗസ് ഈസ്റ്റ് ഗ്രോസ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ബിഗ് ആണ്. നമ്മൾ ഗേഗൻ ടൈൽ പഠിച്ചപ്പോൾ ഗ്രോസും ക്ലൈനും ഒക്കെ പഠിച്ചു. ദസ് ഹൗസ് ഈസ്റ്റ് ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് കുറച്ച് വലുതാണ്, ബിഗ് ആണ്. ദ ഹൗസ് ഈസ് ബിഗ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ്? നോമിനേറ്റീവ് ടൈപ്പ് സെൻറ്റൻസസ് ആണ്. കാരണം ഇതിൽ ഒരു സുബ്ജക്റ്റ് അഥവാ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനെ പറ്റിയും പറയുന്നില്ല. ഒരു അഡ്ജക്റ്റീവും ഒരു സബ്ജക്റ്റ് മാത്രമേ ഈ സെൻറ്റൻസിൽ വരുന്നുള്ളൂ. അത്തരം സെൻറ്റൻസിലാണ് നമ്മൾ നോമിനേറ്റീവ് എന്ന് പറയുക. ഒന്നിൽ കൂടുതൽ വരുമ്പോൾ അത് അക്വസാറ്റീവ്, അങ്ങനെ വേറെ ആവും. നമ്മളിപ്പോൾ നോമിനേറ്റീവ് മാത്രമാണ് നോക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ആളെ പറ്റിയോ ഒരു വ്യക്തിയെ പറ്റിയോ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയോ മാത്രം സംസാരിക്കുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ നോമിനേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. പേഴ്സൺ ആവാം അല്ലെങ്കിൽ സാഹെ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരാൾ, അല്ലെങ്കിൽ സാഹെ എന്ന് പറഞ്ഞാൽ ഒരു തിങ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റി മാത്രം പറയുന്ന കാര്യത്തെയാണ് നമ്മൾ നോമിനേറ്റീവ് എന്ന് പറയാം. നമുക്ക് പേഴ്സണിനെ പറ്റിയാണ്, ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നോമിനേറ്റീവ് സെൻറ്റൻസിന് ഒരു എക്സാമ്പിൾ വേർ ഈസ്റ്റ് ദസ്. വേർ എന്ന് പറഞ്ഞാൽ ഹൂ എന്നാണ്. അപ്പോൾ വേർ ഈസ്റ്റ് ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ ഈസ് ദിസ് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ആൻസർ ആയിട്ട് ദസ് ഈസ്റ്റ് പീറ്റർ എന്ന് നമുക്ക് പറയാം. ഇത് ഒരു നോമിനേറ്റീവ് എക്സാമ്പിളാണ്. കാരണം ഇതൊരു വ്യക്തിയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, അതിൽ വേറെ സബ്ജക്റ്റുകളോ ഒബ്ജക്റ്റുകളോ ഒന്നും വരുന്നില്ല. ദസ് ഈസ്റ്റ് പീറ്റർ, അത് പീറ്ററാണ്. ഓക്കെ, ഇനി ഒരു തിങ് വെച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണെങ്കിലോ വാസ് ഈസ്റ്റ് ദസ്. വാസ് എന്ന് പറഞ്ഞാൽ വാട്ടാണ്. അപ്പോൾ വാസ് ഈസ്റ്റ് ദസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ്, അതെന്താണെന്നുള്ള ചോദ്യം. ദസ് ഈസ്റ്റ് ഐൻ ബുസ്, അതൊരു ബസ്സാണ് എന്ന് ആൻസർ ആയിട്ട് പറയും. ഇതൊരു നോമിനേറ്റീവ് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒന്നിനെ പറ്റിയോ ഒരു ഒബ്ജക്റ്റോ വേറെ ഒരു എന്താ പറയുക ആളെ പറ്റിയോ പറയില്ല. ഒരേ ഒരു ഒബ്ജക്റ്റ് ഓർ തിങ് മാത്രമേ ആ സെൻറ്റൻസിൽ ഉണ്ടാവും. അത്തരം സെൻറ്റൻസുകളെയാണ് നോമിനേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇനി ഈ സെൻറ്റൻസുകളിലെ ആർട്ടിക്കിൾസ് എന്താണ് വരിക? അതായത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഞാൻ ക്ലാസ്സസ് തുടങ്ങുന്ന സമയത്തേ പറയുന്നുണ്ടായിരുന്നു, ഇംഗ്ലീഷിലൊക്കെ നമുക്ക് എല്ലാത്തിനും ഒരേ ആർട്ടിക്കിളാണ്. ബസ്സിനാണെങ്കിൽ നമ്മൾ ദ ബസ് എന്നും, കാറിനാണെങ്കിൽ ദ കാർ എന്നും, മാനിനാണെങ്കിൽ ദ മാൻ എന്നും, വുമൺ എന്ന് ദി വുമൺ എന്നുമാണ് നമ്മൾ പറയുക. എല്ലാത്തിനും ദി എന്ന ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ജർമ്മൻ ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്തിൽ എല്ലാത്തിനും ഒരു ഫെമിനൈനും മാസ്കുലൈനും നോയിട്രലും ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ മാസ്കുലൈൻ ആണെങ്കിൽ ഒരു ആർട്ടിക്കിളും ഫെമിനൈൻ ആണെങ്കിൽ മറ്റൊരു ആർട്ടിക്കിളും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം അറിയേണ്ടത് ആർട്ടിക്കിൾ, ഡർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ദി ആർട്ടിക്കിൾ പ്ലൂരൽ. ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ, 2 ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ, 3 നെഗേഷൻ ആർട്ടിക്കിൾ അഥവാ നെഗറ്റീവ് ആർട്ടിക്കിൾ. ഈ 3 ആർട്ടിക്കിളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിനെ പറ്റിയോ ഒരു വ്യക്തിയെ പറ്റിയോ ഡെഫിനിറ്റ് ആയിട്ട് പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇംഗ്ലീഷിൽ ആൻ ആപ്പിൾ എന്നും പറയാം, ദി ആപ്പിൾ എന്നും പറയാം, അല്ലേ? ആൻ ആപ്പിൾ എന്ന് പറയുന്നത് ബെസ്റ്റിമിറ്റ് ആയിരിക്കില്ല, ഉൺബെസ്റ്റിമിറ്റ് ആയിരിക്കും. നമ്മൾ സ്പെസിഫിക് ആയിട്ടല്ല പറയുന്നത് എങ്കിൽ അതിനാണ് നമ്മൾ ഉൺബെസ്റ്റിമിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയാം. എന്നാൽ നമ്മൾ ദി ആപ്പിൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ആ ഒരു എന്താ പറയുക വ്യക്തമായിട്ട് ഒരു നിശ്ചിത ആപ്പിളിനെ പറ്റിയാണ് നമ്മൾ പറയുന്നതെങ്കിലാണ് നമ്മൾ ദി ആപ്പിൾ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ആൻ ആപ്പിൾ അല്ലെങ്കിൽ എ ആപ്പിൾ എന്നാണ് പറയുക. ആൻ ആപ്പിൾ എന്നാണ് അതിൻ്റെ ശരിക്കും ഇംഗ്ലീഷ് വരിക, അല്ലേ? അപ്പോൾ അതാണ് ഉൺബെസ്റ്റിമേറ്റ്. ദി ആപ്പിൾ എന്ന് പറയുന്നതാണ് ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ, അഥവാ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ആർട്ടിക്കിൾ ഒരു ഒബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റിൻ്റെ മറ്റൊരു പേരാണ് ബെസ്റ്റിമേറ്റ് ആർട്ടിക്കിൾ. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തേത് നോക്കിക്കോ. ഡർ മൻ ഈസ്റ്റ് ഗ്ലൂക്ലിഷ്. ഗ്ലൂക്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിയാണ്, സന്തോഷവാനാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഡർ മൻ ഈസ്റ്റ് ഗ്ലൂക്ലിഷ്. അപ്പോൾ ഇവിടെ മൻ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ, മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെ മാൻ എന്ന അർത്ഥം തന്നെയാണ്. അതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഡറാണ്. ഇനി അടുത്ത് നോക്കാം. ഡർ ആപ്ഫെൽ ഈസ്റ്റ് റോട്ട്. ആപ്ഫെൽ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ആണ്, റോട്ട് എന്ന് പറഞ്ഞാൽ റെഡ് കളർ എന്നാണ്. അപ്പോൾ ഡർ ആപ്ഫെൽ ഈസ്റ്റ് റോട്ട്.
എന്ന് പറഞ്ഞാൽ ആപ്പിൾ റെഡ് കളറാണ്. അപ്പോൾ ഇവിടെയും ആപ്പിളിൻ്റെ മുന്നേ വന്നിരിക്കുന്നത് ഡർ എന്ന ആർട്ടിക്കിളാണ്. അടുത്ത് നോക്കാം. ദി ഫ്രൗ ട്രിങ്ക്ഡ് വൈൻ. വൈൻ എന്ന് പറഞ്ഞാൽ വൈൻ തന്നെ കുടിക്കുന്ന വൈൻ തന്നെ, ട്രിങ്ക്ഡ് വൈൻ. അപ്പോൾ ഇവിടെ ഫ്രൗ എന്ന് പറഞ്ഞാൽ ലേഡിയാണ്. ഇവിടെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഡിഫറെൻ്റ് ആണ് അല്ലേ. നേരത്തെ മുമ്പ് രണ്ടെണ്ണത്തിലും വന്നത് ഡർ ആണെങ്കിൽ ഇവിടെ ദി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം രണ്ടും, അതായത് മൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മാസ്കുലൈൻ ആണ്. ആപ്പിളും ഒരു മാസ്കുലൈൻ ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് രണ്ടിനും ഒരേ ആർട്ടിക്കിൾ വന്നത്. എന്നാൽ ഫ്രൗ എന്ന് വന്നപ്പോൾ ലേഡി ആയ സമയത്ത് ആർട്ടിക്കിൾ മാറി, ഡർ മാറി ദി ആയി. ഇനി ഇതാ കറ്റ്സെ എന്ന് പറഞ്ഞാൽ ക്യാറ്റാണ്. ക്യാറ്റിനെയും ഒരു ഫെമിനൈൻ ക്യാരക്ടറായിട്ടാണ് ജർമ്മനിൽ കാണുന്നത്. ദി കറ്റ്സെ ഈസ്റ്റ് ഫ്രോയിൻഡ്ലിഷ്. ഫ്രോയിൻഡ്ലിഷ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ദി കറ്റ്സെ ഈസ്റ്റ് ഫ്രോയിൻഡ്ലിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഇവിടെയും ആർട്ടിക്കിൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ദി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, മാസ്കുലൈൻ ആണെങ്കിൽ ഡർ എന്നും ഫെമിനൈൻ ആണെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ ദി എന്ന ആർട്ടിക്കിളുമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ദസ് ബേബി ഈസ്റ്റ് സ്യൂസ്. സ്യൂസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ്, നല്ല കുട്ടിയാണ്, ഭയങ്കര സ്വീറ്റ് ആണല്ലോ എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ നോക്കിക്കേ, അത് അടുത്ത ഡിഫറൻ്റ് ആണ്. ദസ് ബേബി ഈസ്റ്റ് സ്യൂസ് എന്നാണ് വന്നിരിക്കുന്നത്. ആ ബേബി സ്വീറ്റ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കിക്കോ. ഹൗസും നോയിട്രൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ദസ് ഹൗസ് ഈസ്റ്റ് ഗ്രോസ്. ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദസ് ഹൗസ് ഈസ്റ്റ് ഗ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് കുറച്ച് വലുതാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നോയിട്രൽ ആയപ്പോൾ, നോയിട്രൽ ഫെമിനൈൻ ഉണ്ട്, മാസ്കുലൈൻ ഉണ്ട്, നോയിട്രൽ ഉണ്ട്. നോയിട്രൽ ക്യാരക്ടർ ആയപ്പോൾ രണ്ടിനും ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ദസ് ആണ്. ഇനി ഒന്നുകൂടി നോക്കാം. ദി കിൻഡർ സ്പീലൻ. കിൻഡർ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്, സ്പീലൻ എന്ന് പറഞ്ഞാൽ കളിക്കാന്നാണ്. അപ്പോൾ ദി കിൻഡർ സ്പീലൻ, ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ദി എന്ന ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെയും കണ്ടിരുന്നു അല്ലേ. ഫെമിനൈൻ ആയപ്പോഴും നമ്മൾ ദി എന്ന ആർട്ടിക്കിൾ കണ്ടു. ഇപ്പോൾ പ്ലൂരൽ ആയപ്പോൾ, അതായത് ഒന്നിൽ കൂടുതലുള്ള ആളുകളെ പറ്റി പറയുമ്പോഴും ദി എന്ന് വന്നിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ, ദി ബൂഹർ സിൻഡ് ബുണ്ട്. ഈ ബുക്സ് ഒക്കെ കളർഫുൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുഹ് എന്നാണെങ്കിൽ അത് ബുക്കാണ്, അത് എന്താ പറയുക, നോയിട്രലാണ് വരിക, ദസ് ബുഹാണ്. പക്ഷേ ഇവിടെ ബുക്സ് ആണ്, പ്ലൂരൽ ആയതുകൊണ്ടാണ് ദി ബൂഹർ ആയത്. ദി ബൂഹർ സിൻഡ് ബുണ്ട്, ദ ബുക്സ് ആർ കളർഫുൾ. അപ്പോൾ ഇവിടെ പ്ലൂരൽ ആയപ്പോൾ വീണ്ടും ദി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അതിനൊരു ടേബിൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആർട്ടിക്കിൾസ് നമുക്ക് കിട്ടുക. മാസ്കുലൈൻ ആണെങ്കിൽ സിംഗുലർ ആകുമ്പോൾ ഡർ എന്ന്, ഫെമിനൈൻ ആകുമ്പോൾ ദി എന്നും, നോയിട്രം ആകുമ്പോൾ ദസ് എന്നുമാണ് നോമിനാറ്റീവിൻ്റെ ആർട്ടിക്കിൾ വരിക. പ്ലൂരൽ ആണെങ്കിൽ എല്ലാം, മാസ്കുലൈൻ ആണെങ്കിൽ ഫെമിനൈൻ ആണെങ്കിൽ നോയിട്രൽ ആണെങ്കിലും ദി എന്ന് തന്നെയാണ് വരിക. അതാണ് ബെസ്റ്റ് മിറ്റ് ആർട്ടിക്കിൾ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മാസ്കുലൈൻ ആണെങ്കിൽ ഇപ്പോൾ മന്നിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഡർ മന്നാണ്. ഫെമിനൈൻ ആണെങ്കിൽ ലേഡീനെ പറ്റിയാണ് പറയുന്നത് ദി ഫ്രൗ ആണ്, ആർട്ടിക്കിൾ ദി ഫ്രൗ ആണ്. നോയിട്രം ആണെങ്കിൽ ദസ് ബേബി ആണ്. നമ്മൾ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ ഇതെങ്ങനെ വരുമായിരുന്നു? ദ മാൻ, ദി വുമൺ, ദി ബേബി, എല്ലാത്തിനും ദി എന്ന് തന്നെയാണ് ആർട്ടിക്കിൾ വരിക. എന്നാൽ ജർമ്മനിയിൽ അങ്ങനെയല്ല, ഡോയ്ഷ് ലാൻഡിൽ അങ്ങനെയല്ല, ഡോയ്ഷ് ഭാഷയിൽ അങ്ങനെയല്ല. ഓരോന്നിനും ഫെമിനൈൻ ഒരു ആർട്ടിക്കിൾ, മാസ്കുലൈൻ ഒരു ആർട്ടിക്കിൾ, നോയിട്രലിന് വേറൊരു ആർട്ടിക്കിൾ എന്നുള്ള നിലക്കും പ്ലൂരലിന് മൊത്തത്തിൽ വേറൊരു ആർട്ടിക്കിളുമാണ് ഉള്ളത്. ദി മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ആണുങ്ങൾ, അതായത് പ്ലൂരൽ ആയിട്ടുള്ള മാസ്കുലൈൻ എക്സാമ്പിൾ. ദി ഫ്രൗവൻ, ദി ലേഡീസ് എന്നുള്ള അർത്ഥത്തിൽ, ദി ബേബീസ് കുട്ടികൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതിനെല്ലാത്തിനും ദി എന്ന ആർട്ടിക്കിൾ ആണ് വരിക. ഓക്കെ ആണോ? ക്ലിയർ ആണോ?